Hallelujah. Praise the Lord. 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 Hallelujah. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രാർത്ഥനാധ്വനി ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ ഇന്ന് ഈ ദൈവവചനമായി നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സർവശക്തനായ ദൈവം കഴിഞ്ഞ ദിവസങ്ങളിലായി ആമേൻ തിരുവചനമായി പല ദേവദാസന്മാർ വന്ന് സംസാരിപ്പാനൊക്കെ ഇടയായിത്തീർന്നു. അവരിൽ നിന്ന് ശ്രേഷ്ഠകരമായ വചനങ്ങളൊക്കെ നമുക്ക് ശ്രമിപ്പാൻ കർത്താവ് കൃപനായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വിഷയം വീണ്ടെടുപ്പിൻ്റെ വില എന്നുള്ളതാണല്ലോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വീണ്ടെടുപ്പിൻ്റെ വില മാനവജാതിയുടെ രക്ഷയ്ക്കായി യേശുക്രിസ്തു നമുക്ക് ഒരു മറുവിലയായി തീർന്നു. നമ്മളെ സകലവിധ പാപങ്ങളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി സ്വപുത്രനായ യേശുക്രിസ്തുവിനെ നമുക്കായി പിതാവ് അയക്കുവാൻ ഇടയായിത്തീർന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് നമുക്കതിൻ്റെ ഒരു വാക്യമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 45-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവപുത്രൻ വന്നത് മർക്കോസ് 10:45 പറയുന്നത്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. അപ്പോൾ അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുത്ത്, ആമേൻ, സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി മറുവിലയായി കൊടുപ്പാനിടയായി തീർന്നു. എന്നെയും ഇന്ന് ഈ ദൈവവചനം ശ്രവിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഈ ലോകത്തിലെ സകല ജനത്തെയും വീണ്ടെടുക്കുവാൻ വേണ്ടി സർവശക്തനായ ദൈവം നമുക്ക് മറുവിലയായി തീരുവാനിടയായി തീർന്നു. നമ്മുടെ പാപങ്ങൾ, നമ്മുടെ അതിക്രമങ്ങൾ, നമ്മളിൽ പറയുവാൻ പറ്റാത്ത പലവിധമായ വിഷയങ്ങളിൽ കൂടി കടന്നുപോയപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മളെ വീണ്ടെടുക്കുവാൻ സർവശക്തനായ ദൈവം മറുവിലയായി തീർന്ന് നമ്മളെ രക്ഷിക്കുവാനിടയായി തീർന്നു. നമുക്ക് ആധാരമായി 1 പത്രോസ്, അപ്പോസ്തലനായ പത്രോസിന്റെ 1-ാം ലേഖനം, അതിന്റെ 1-ാം അധ്യായം 18-ാം വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. വ്യർത്ഥവും പ്രതിപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ്, അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ പറയുന്നത്, വ്യർത്ഥവും പ്രതിപാരമ്പര്യവുമായ നമ്മുടെ നടപ്പിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നോ വെള്ളിയോ മുതലേ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തേശുവിന്റെ ആമേൻ വിലയേറിയ രക്തം കൊണ്ടത്രേ. ആമേൻ. ഈ ലോകത്തിലെ പല അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടും ആമേൻ നമ്മളെ വീണ്ടെടുക്കാമെന്ന് ചിന്തിച്ചാൽ അതൊരിക്കലും നടക്കത്തില്ല. പാപത്തിൽ നിന്നൊരു വീണ്ടെടുപ്പ് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് തന്റെ സ്വന്തം ജീവനെ നൽകി. ആ അവസാനത്തുള്ള രക്തം വരേക്കും ചിന്തി
നമ്മളെ കർത്താവ് വീണ്ടെടുത്തു. പാപപരിഹാരമായി ആ വിലയേറിയ ആ രക്തം, അതിൻ്റെ വില ആർക്കും മതിക്കുവാൻ പറ്റത്തില്ല. ഈ ലോകത്തിൻ്റെ ആമേൻ സമ്പത്ത് മുഴുവൻ ചേർത്ത് വെച്ചാലും ആ വില അതിനോട് കൂട്ടിക്കഴിക്കുവാൻ നമുക്ക് പറ്റുകയില്ല. അതാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് മറുവിലയായി തീരുവാനിടയായി തീർന്നത്. അപ്പോസ്തലനായ പത്രോസിന്റെ ആ സമയത്തുള്ള അനേക വിഷയങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അവിടെയുള്ള ജനത്തെ ബലപ്പെടുത്തി അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, നിങ്ങളെ വീണ്ടെടുത്തത് വ്യർത്ഥമായ പാരമ്പര്യങ്ങളല്ല, നിങ്ങളെ വീണ്ടെടുത്തത് പൊന്നു വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടുമല്ല. ഇതെല്ലാം അഴിഞ്ഞു പോകും, അത് തീയിലിട്ട് കഴിഞ്ഞാൽ രൂപം മാറും. എന്നാൽ സർവശക്തനായ യേശു ക്രിസ്തുവിന്റെ രക്തമോ നമ്മളെ ആമേൻ നിത്യമായ നിത്യരക്ഷയ്ക്ക് വേണ്ടി കർത്താവ് വീണ്ടെടുക്കുവാൻ ഇടയായി തീർന്നു. ഒരു അനന്ത ജീവൻ, ആമേൻ, നമ്മുടെ ആത്മാവിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. ഒരുവനാൽ പാപം ഭൂമിയിൽ പെരുകി. നമുക്കറിയാം, പഴയ നിയമപ്രകാരം ആദം മുഖാന്തിരം പാപം ഭൂമിയിൽ പെരുകുവാനിടയായി തീർന്നു. ആ ആദത്തിൽ നിന്നുണ്ടായ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സർവശക്തനായ ദൈവം സ്വപുത്രനായി അവതരിച്ച് ആമേൻ ഈ ഭൂതലത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ വചനം ജഡമായി തീർന്നു എന്നുവെച്ചാൽ ദൈവത്തിന്റെ വാക്ക് ദൂതൻ മുഖാന്തരം മറയെടുത്ത് അറിയിച്ച ആ ശബ്ദം, വചനം ജഡമായി തീർന്നു. വചനം, ദൈവത്തിന്റെ ശബ്ദം, അത് ജഡമായി തീർന്നു. ഒരു ആമേൻ മനുഷ്യനായി തീർന്നു. മാനവജാതിയുടെ രക്ഷയ്ക്കായി ആ യേശു ക്രിസ്തു മാറുവാനിടയായി തീർന്നു. നമ്മൾ ഓരോരുത്തരും ഇന്ന് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ അവൻ വേർപെട്ടുവെങ്കിൽ ആ ക്രിസ്തേശുവിന്റെ നിണം മാത്രമാണ്. അല്ലാതെ നമ്മളിൽ യാതൊരു മഹിമകളും അതിൽ പറയുവാനില്ല. ഹല്ലേലൂയ. നമ്മുടെ സമ്പത്തോ നമ്മുടെ ആമേൻ പാരമ്പര്യമായ സമ്പത്തുകളോ സ്വന്തമോ വെള്ളിയോ ഒന്നും അതിന് തുല്യമാകത്തില്ല. കർത്താവിന്റെ വചനം പറയുന്നത് ആമേൻ കർത്താവ് നമുക്ക് മറുവിലയായി തീർന്നു. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 10:45 അതാണ് പറഞ്ഞിരിക്കുന്നത്. ശുശ്രൂഷ ചെയ്യുവാനാണ് കർത്താവ് നമുക്ക് വേണ്ടി മറുവിലയായി തീരുവാൻ. ആ ആദിമ പാപത്തിൽ നിന്ന് നമ്മളെ നമ്മളെല്ലാവരിലും പകരപ്പെട്ട ആ പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ കർത്താവായ യേശു ആമേൻ പ്രത്യക്ഷനാകുവാനിടയായി തീർന്നു. ആ ക്രൂശിൽ കിടന്നിട്ട് അവസാനമായി പറഞ്ഞ സകലവും നിവർത്തി. എന്താണ് നിവർത്തിയായത്? മാനവജാതിയുടെ രക്ഷ നിവർത്തിയായി. ആമേൻ. കർത്താവ് നിവർത്തിച്ചു. ഹല്ലേലൂയ. തടസ്സം ചെയ്യുവാൻ പലരും നോക്കി, പലവിധമായ വിഷയങ്ങൾ മുമ്പിൽ വന്നു. പക്ഷേ കർത്താവ് പറയാണ് സകലതും നിവർത്തിയാക്കി. കർത്താവ് അയച്ച ആ അവസാന ശുശ്രൂഷയും നിവർത്തിയാക്കി. യേശു ക്രിസ്തു പറയുകയാണ് സകലതും നിവർത്തിയായി. മാനവജാതിയുടെ രക്ഷ ഇവിടെ നിവർത്തിയായി. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ജീവനെ തന്ന് അവസാനത്തുള്ള രക്തവും ചിന്തി നമ്മളെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ അതൊക്കെ മറന്നിട്ടാണ് നമ്മുടെ ആത്മീയ യാത്രയുടെ ഓട്ടം തുടരുന്നത്. പലപ്പോഴും നമ്മൾക്ക് തോന്നും എന്റെ കഴിവ് കൊണ്ടാണ്, എന്റെ മിടുക്ക് കൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ. അല്ലെന്നേ, ആ ദൈവത്തിന്റെ കൃപയാണ്. ആ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി തന്ന ആ വിലയേറിയ രക്തത്തിന്റെ മഹിമ കൊണ്ടാണ് നാം ഓരോ ദിവസവും ഓടുവാനിടയായിത്തീരുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളുടെ കഴിവുകളൊക്കെ പ്രശംസിപ്പാനിടയായിത്തീരും. പക്ഷേ അതിനപ്പുറമായി ഒരു വലിയ വില കൊടുത്ത ഒരു യേശു ക്രിസ്തു ഉണ്ടെന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എത്ര മുൻപന്തിയിലെത്തിയാലും ആ മറുവിലയുടെ കാര്യം, ആ വീണ്ടെടുപ്പിന്റെ കാര്യം നാം മറന്നു പോകരുത്. നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഏറ്റവും ഉന്നതങ്ങളിൽ എത്തിയാലും നാം മറന്നു പോകരുത് നാം എവിടെ നിന്നാ വന്നേന്നുള്ളത്.
ആ യേശു ക്രിസ്തുവിന്റെ കൃപയൊന്നു മാത്രമാണ്. ഒരിക്കൽ ഈ ഭൂമിയിൽ നാം നേടിയതൊക്കെയും ഇവിടെ വിട്ടിട്ട് നാം കടന്നു പോകേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അലക്സാണ്ടർ ചക്രവർത്തിയുടെ അന്ത്യയാത്രാമൊഴിയിൽ ആമേൻ അലക്സാണ്ടർ ചക്രവർത്തി പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. യാഥാർത്ഥ്യമാകാം, എന്തുമാകാം, ചരിത്രമാകാം. താൻ മരിച്ചു കഴിയുമ്പോൾ എന്നെ അടക്കാൻ കൊണ്ടുപോകുമ്പോൾ പെട്ടിയുടെ 2 സൈഡിലും എന്റെ കൈ വെളിയിലോട്ട് ഇട്ടിരിക്കണം. ഈ ലോകം മുഴുവൻ നേടിയിട്ടും ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ഈ ലോകം അറിയുവാൻ വേണ്ടി. നമ്മളെ ഭൂമിയിൽ പലതും വെട്ടിപ്പിടിക്കുവാൻ നോക്കും. പലരെയും ഹൃദയങ്ങളെ വേദനിപ്പിച്ച്, പലരെയും മുറിവേൽപ്പിച്ച് ആമേൻ നമ്മൾ ചിലതിനെയൊക്കെ വെട്ടിപ്പിടിക്കുവാൻ ഓടുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചു പോകുന്ന ഒരു നാളുണ്ട്. ഇവിടെ കയറി വരുവീൻ എന്ന ശബ്ദം, ആ മറുവില കൊടുത്ത് നമ്മളെ വീണ്ടെടുത്ത സർവശക്തന്റെ ശബ്ദം കാഹള ധ്വനിയോട് ധ്വനിക്കുമ്പോൾ നാം ഇവിടെ നിന്ന് മറുരൂപമായി ഉയരണമെങ്കിൽ ചിലതൊക്കെ നാം വിട്ടുപിരിഞ്ഞേ പറ്റത്തുള്ളൂ. നമുക്ക് വേണ്ടി മറുവിലയായി തീർന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വില മുഖാന്തരം നാം പലതും വിട്ടുപിരിയണം. ഹല്ലേലൂയ. നമുക്ക് ഏറ്റവും പ്രിയമെന്ന് തോന്നുന്ന പലതിനെയും നാം വിട്ടുപിരിയേണ്ടി വരും. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമുക്കിവിടെ നിന്ന് പുറപ്പെടുവാൻ പറ്റത്തുള്ളൂ പ്രിയപ്പെട്ടവരെ. അതാണ് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് 18-19 വാക്യത്തിൽ, വ്യർത്ഥവും മൃദുപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. ഇതെല്ലാം ഈ ഭൂമിയിൽ നശിച്ചു പോകും. ഇതൊന്നും കൊണ്ടല്ല നമ്മളെ വീണ്ടെടുത്തത്. ആർക്കും കണക്ക് കൂട്ടുവാൻ എത്ര ആമേൻ വിദഗ്ധര് വന്നാലും അതിന്റെ കണക്ക് കൂട്ടിയെടുക്കുവാൻ കഴിയാത്ത യേശു ക്രിസ്തുവിന്റെ വിലയേറെ രക്തം കൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുവാൻ ഇടയായി തീരണം. എന്നിട്ട് പറയുന്നു പത്രോസ് അപ്പോസ്തലൻ, പൊന്ന്, വെള്ളി മുതൽ അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷം, ഒരു ദോഷവും പറയാനില്ല, നിഷ്കളങ്കമായ ഒരു കളങ്കവും ചേർന്നിട്ടില്ല, അതിൽ ഒരു മായവും ചേർന്നിട്ടില്ല, ഒരു പാപത്തിന്റെ അംശവും ചേർന്നിട്ടില്ല. ആ രക്തം കൊണ്ടാണ് നിങ്ങളെ, ആ കുഞ്ഞാടിന്റെ വിലയേറെ രക്തം കൊണ്ടാണ് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കി ക്രിസ്തുവിന്റെ സന്നിധിയിൽ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കിരീടത്തിനായിട്ട്, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന സമ്മാനത്തിനായിട്ട് നാം ഓടുവാനിടയായി തീരണം. ആ യാത്ര പലപ്പോഴും തടസ്സം ചെയ്യുവാൻ പല വിഷയങ്ങളും നമ്മുടെ മുമ്പിൽ വരാം. പക്ഷേ എനിക്ക് വേണ്ടി മറുവിലയായി തീർന്ന് എന്നെ വീണ്ടെടുത്ത എൻ്റെ യേശു ഉണ്ട് എന്നുള്ള ആ ബോധ്യം നമ്മളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇങ്ങനെയാണ്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. ആദ്യം എന്ത് ചെയ്യണം? അവനെ കൈക്കൊള്ളൂ, അവനെ സ്വീകരിക്കണം, പുറമേ അല്ല. ഇന്ന് പല ഭക്തരും പുറമേ മാത്രമേ ഉള്ളൂ, അകമേ ഒരു സ്വീകാര്യവുമില്ല. യേശു ദൈവത്തിന്റെ വചനം പറയുന്നത്, അവർ പന പോലെ തഴച്ചു വളരുമെന്നല്ല, പുല്ലുപോലെ തഴച്ചു വളരും. പക്ഷേ ഒരു നല്ല വെയിലടിക്കുമ്പോൾ എല്ലാം വാടിക്കരിഞ്ഞു പോകും. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത്, ഞാൻ ഇത്രയും നാള് ദൈവത്തെ അകം കൊണ്ടല്ല പുറം കൊണ്ട് മാത്രമാണ് സ്തുതിച്ചിരുന്നത്, സ്വീകരിച്ചിരുന്നത്.
ആരാധിച്ചിരുന്നതൊക്കെ അന്ന് മനസ്സിലാകും. അതാ പറയാണ്, നീ അകം കൊണ്ട് എന്നെ കൈക്കൊള്ളണം, പുറമേ അല്ല, അകമേ. എന്തിനാണ് കൈക്കൊള്ളേണ്ടത്? എനിക്ക് വേണ്ടി മറുവിലയായിത്തീർന്നു, എനിക്ക് വേണ്ടി അവസാനത്തുള്ള രക്തവും ചിന്തി എൻ്റെ യേശു ക്രിസ്തു എന്ന് നീ വിശ്വസിച്ച് നീ കൈക്കൊള്ളണം. അടുത്ത പറയാണ്, അവന്റെ നാമത്തിൽ വിശ്വസിക്കണം. എന്തിനു വേണ്ടി? യേശു എനിക്ക് വേണ്ടി മറുവിലയായി മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരും എന്നെ കൊണ്ടുപോകാൻ. ഹല്ലേലൂയ. അപ്പോൾ കൈക്കൊള്ളണം നമ്മൾ പൂർണ്ണമായിട്ട്. യേശു ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് നാം കൈക്കൊള്ളണം. ഹല്ലേലൂയ. എങ്ങനെയാ കൈക്കൊള്ളേണ്ടത്? അകമേ, പുറമേ അല്ല. ഇന്ന് പലരും പുറമേ സ്വീകരിച്ചിട്ടാണ് ഞാൻ ദൈവമകൻ ദൈവമകൾ എന്നൊക്കെ പറയുന്നത്. ആ പുറമേയുള്ള സ്വീകാര്യമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നിന്റെ പുറമേയുള്ള ആമേൻ ദൈവത്തെ സ്തുതിക്കലല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ആമേൻ അകമയുള്ള ദൈവത്തെ സ്തുതിക്കുന്നതാണ്. അകമയുള്ള ദൈവത്തെ സ്വീകാര്യമാണ്. യെശയ്യാ പ്രവചനം 29:13 പറയുന്ന പോലെ ഇവർ പുറമേ എന്നെ നമസ്കരിക്കുന്നവരാണ്, ആരാധിക്കുന്നവരൊക്കെയാണ്, അകമേ ഒന്നുമില്ലാത്തവരാണ്. 29:13. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുക, നമ്മളെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ എൻ്റെ ജനം അങ്ങനെയല്ല, ഇവർ അകമേ എന്നെ ആരാധിക്കുന്നവരാണ് എന്ന് പറയുവാനിടയായിത്തീരണം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ നമ്മളെ കർത്താവ് വീണ്ടെടുക്കുന്നതിന് മുമ്പ് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയായിരുന്നു? നമ്മളെ കർത്താവ് വീണ്ടെടുക്കുന്നതിന് മുമ്പ് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം, നാം ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്നു. നാം എങ്ങനെയായിരുന്നു? ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്നു. ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരായിരുന്നു. കർത്താവ് നമ്മളെ വീണ്ടെടുക്കുന്നതിന് മുമ്പ് നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയിരുന്നു. ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരായിരുന്നു. അടുത്ത നാം ദൈവകോപത്തിന് കീഴിൽ ആയിരുന്നു. ഹല്ലേലൂയ. കൊലോസ്യ 1:21-23 വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തിൽ നിന്ന് അകന്നവരായി ജീവിച്ചവരായിരുന്നു നാം. ഹല്ലേലൂയ. ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം തേടി വന്നു. നമ്മളെ തേടി വന്നിട്ട് നമ്മളെ കർത്താവ് സ്വീകരിപ്പാനിടയായി തീർന്നു. പലപ്പോഴും നാം തേടിപ്പോയതല്ല, കർത്താവിന്റെ സ്നേഹം ദൈവം മുന്നമേ നിർണയിച്ചിരുന്നു. ഇന്ന കാലഘട്ടത്തിൽ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നാളുടെ മകനെ മകളെ വേർതിരിക്കണമെന്ന് ആ നിർണയപ്രകാരം നമ്മളെ വേർതിരിച്ചു. അടുത്ത പറയാം, ദൈവത്തിന്റെ കോപത്തിന് കീഴിലായിരുന്നു. ഹല്ലേലൂയ. കൊലോസ്യർ 3:6 വാക്യത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ കോപത്തിന് കീഴിൽ ആയിരുന്നവരാണ് നാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹാകോപം നമ്മളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ കോപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, ആ ദൈവകോപത്തിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ, ദൈവമില്ലാതിരുന്ന നാളിൽ നമ്മളെ സ്നേഹിച്ച് നമ്മളിലേക്ക് കടന്നു വന്ന് സ്വപുത്രനാക്കി നമ്മളെ തീർത്തു യേശു ക്രിസ്തു. നമ്മുടെ സകല പാപത്തെയും കർത്താവ് കാൽവരി ക്രൂശിൽ വഹിച്ചു. ഹല്ലേലൂയ. ആ ക്രൂശിൽ കിടന്ന് പിടയുമ്പോഴും നമ്മളെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് ആ പിടയുന്നതെന്ന് നാം മനസ്സിലാക്കിയാൽ എത്ര നന്നായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ പല വചനങ്ങളും വായിക്കുന്നത് നമുക്കല്ല, നമ്മുടെ ആമേൻ സഭയിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട വേറെ ആർക്കെങ്കിലും വേണ്ടിയാണെന്ന നമ്മുടെ ചിന്ത. അല്ലെന്നേ, നമുക്ക് വേണ്ടിയാണ്. നമ്മൾ വായിക്കപ്പെടുന്ന ഓരോ വചനവും നമുക്ക് വേണ്ടി തന്നെയാണ്, അത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല. ഹല്ലേലൂയ. അങ്ങനെ സ്വീകരിക്കുന്നുവെങ്കിൽ നമുക്കൊരു വിശുദ്ധ ജീവിതം കഴിപ്പാനിടയായിത്തീരും. ആ രക്തത്തിന്റെ വില നമ്മളിൽ പൂർണ്ണമായിട്ട് പ്രവഹിക്കുവാൻ തുടങ്ങും. ആ വീണ്ടെടുപ്പിന്റെ യഥാർത്ഥ വില നമ്മളിൽ വെളിപ്പെട്ട് കാണുവാൻ തുടങ്ങും. അനേകരത് കണ്ട് മനസ്സിലാക്കുവാൻ തുടങ്ങും, ഇവരിൽ ക്രിസ്തു ഉണ്ട് എന്ന്. ഹല്ലേലൂയ. അടുത്തത് നോക്കുമ്പോൾ
ദൈവത്തിന്റെ പുത്രനാകുന്നത് എങ്ങനെ? ആമേൻ. ഇനി ദൈവത്തിന്റെ പുത്രനാണ്. അത് 1 യോഹന്നാൻ 3:1 പറഞ്ഞത്, വന്നു കാൺമീൻ. ഹല്ലേലൂയ. വിളിക്കുകയാണ്, വന്ന് കാണണം. ദൈവത്തിന്റെ പ്രവൃത്തികളെ, ദൈവമക്കളുടെ ഇടയിൽ നടക്കുന്നത് വന്ന് കാണണം. അനേകം വിളിക്കുകയാണ്. ഹല്ലേലൂയ. വന്നു കാൺമീൻ. ഹല്ലേലൂയ. വന്ന് കണ്ട് ഒന്ന് മനസ്സിലാക്കണം ആ ദൈവത്തിന്റെ സ്നേഹം, ആമേൻ, എന്തും മാത്രം ഉണ്ട് എന്ന്. ഹല്ലേലൂയ. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. നോക്ക്, അവിടെ പറഞ്ഞിരിക്കും, കാൺമീൻ. കാണണം. നമ്മൾ കണ്ണു തുറന്ന്. ഹല്ലേലൂയ. ഓരോ കൂട്ടായ്മയ്ക്ക് നാം കടന്നു വരുമ്പോൾ നാം കാണണം. ഹല്ലേലൂയ. ആ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ സഹോദരങ്ങളിൽ കൂടി പ്രകടമാകുന്നത് നമ്മൾ കാണണം. കാൺമിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ഹല്ലേലൂയ. നാം അങ്ങനെ തന്നെ ആകുന്നു. വലിയ സ്നേഹമാണ് നമുക്ക് തന്നിരിക്കുന്നത് കർത്താവ്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമുക്ക് വലിയ സ്നേഹം തന്നു. വന്ന് വീട്ടിലേക്കല്ല പറഞ്ഞത്, വന്ന് കാണുക. എവിടെ? ഒരുമിച്ച് കൂടുന്ന ഇടത്ത് വന്നൊന്ന് കാണണം ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ, കർത്താവ് നമുക്ക് വേണ്ടി തന്ന സ്നേഹത്തെ, ആ സ്നേഹത്തിന്റെ കൂട്ടായ്മ. ദൈവഭക്തർ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ആരാധനയിൽ ദൈവത്തിന്റെ സ്നേഹം പ്രകടമാകുന്നത് വന്ന് കാണുവിൻ. കാരണം ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയാണല്ലോ യേശു ക്രിസ്തു, ആമേൻ, ആ വീണ്ടെടുപ്പിന്റെ മറുവിലയായി തീർന്നത്. ആ അവസാനത്തുള്ള രക്തവും ചിന്തിയത്, ആ പടയാളെ അവസാന നിമിഷമാ നെഞ്ചിലേക്ക് കുന്തം കുത്തി കയറ്റുമ്പോൾ, ഹല്ലേലൂയ, മരണം ഉറപ്പാക്കുവാൻ വേണ്ടി ആ കുന്തം കുത്തി കയറ്റുമ്പോൾ, ആ നെഞ്ച് കുത്തി പിളർക്കുമ്പോൾ, ഹല്ലേലൂയ, രക്തവും വെള്ളവും കൂടെ പുറത്തു വന്ന അവസാനത്തുള്ള രക്തം, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഒഴുകപ്പെട്ടു. രക്തം തീർന്നു. ഹല്ലേലൂയ. ഇനി ഒന്നും ശേഷിക്കുന്നില്ല. എല്ലാം നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. ആ ശരീരം തകരപ്പെട്ടു. ആ കാൽവരി ക്രൂശ്, ഹല്ലേലൂയ, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തകരപ്പെട്ടു യേശു ക്രിസ്തു. എന്തിനു വേണ്ടി? എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ വേണ്ടി. പാപത്തിന്റെ മരണമാകുന്ന ആ അന്ധകാരത്തിൽ നിന്ന്, ആ കാരാഗ്രഹത്തിൽ നിന്ന് ആർക്കും വീണ്ടെടുക്കുവാൻ കഴിയാതെ പാപത്തിന്റെ ചേറ്റുകുഴിയിൽ കിടന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടു. ഓരോ അടി കൊള്ളുമ്പോഴും അക്കാര്യം ഇരുമ്പാണികൾ കയ്യിലും കാലിലും തറയ്ക്കുമ്പോഴും ആ നിലവിളിയുടെ ശബ്ദത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയുണ്ടായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വീണ്ടെടുപ്പുണ്ടായിരുന്നു. ആ വിലയേറിയ രക്തം ആ ശരീരത്തിൽ കൂടി ചീറിപ്പായുമ്പോഴും അപ്പുറത്തേക്ക് വഹിക്കുന്ന ആ രക്തക്കണികൾക്കുള്ളിൽ നമ്മുടെ വീണ്ടെടുപ്പുണ്ടായിരുന്നു. ആ വില ആർക്കും കണക്ക് കൂട്ടുവാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഇന്നായിരിക്കുന്നത് ആ രക്തത്തിന്റെ മഹിമയാണ്. അതറിയാത്ത പലരും നമ്മളെ നിന്ദിച്ചിട്ടുണ്ടാകാം, നമ്മളെ ആക്ഷേപിച്ചിട്ടുണ്ടാകാം. ഹല്ലേലൂയ. പക്ഷേ നമ്മളെ എന്തുകൊണ്ടാണ് നിന്ദിക്കുന്നത്, ഇങ്ങനെ ആക്ഷേപിക്കുന്നതൊക്കെയും നമുക്കറിയാം. അതുകൊണ്ടാണ് നാം മിണ്ടാതിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പറയാണ് യോഹന്നാൻ, കാണണം, വന്ന് കാണ്. ഈ കൂട്ടായ്മയ്ക്കുള്ളിലേക്ക് നിങ്ങളൊന്ന് വന്ന് കാണ്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം തന്നു. പുത്രനെ നമുക്ക് വേണ്ടി ബലിയാക്കി, മറുവിലയാക്കി തീർത്ത്. അതിന്റെ വില എത്രന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്ത വിധം പിതാവ് നമ്മളെ ആഴത്തിൽ സ്നേഹിച്ചു. ഇനി നമ്മളെ
വീണ്ടെടുക്കുവാൻ നമ്മുടെ പ്രിയ പിതാവ് വരും, പ്രിയ യേശു ക്രിസ്തു വരും. അന്ന് ഈ ഭൂമിയിൽ നിന്ന് നാം എല്ലാവരും ഉയരുവാനിടയായിത്തീരണം. 10 കന്യകമാരിൽ 5 കന്യകമാരെ പോലെ ആയിത്തീരരുത് നാം. നമ്മുടെ കൂട്ടായ്മയിലുള്ള ആരും 5 കന്യകമാരുടെ ഗണത്തിൽപ്പെടരുത്. അവർ അകമേ ദൈവത്തെ സ്വീകരിച്ചവരായിരിക്കത്തില്ല, പുറമേ ദൈവത്തെ സ്വീകരിച്ച് മറ്റുള്ളവർ കാണുവാൻ വേണ്ടി പല പ്രകസനങ്ങളും പല പ്രകടനങ്ങളും ഒക്കെ കാണിച്ചവരായിരിക്കും. അന്യഭാഷയ്ക്കുണ്ട്, ആരാധനയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അകമേ അല്ലായിരുന്നു, അത് പുറമേ മാത്രം. അതുകൊണ്ട് എന്തു പറ്റി? മണവാളൻ വന്നു, ഒരുങ്ങി നിന്നവർ എടുക്കപ്പെട്ടു. അപ്പോൾ പറയുകയാണ്, ഞങ്ങളുടെ വിളക്കിൽ എണ്ണയില്ല. നമ്മുടെ ആരുടെയും വിളക്കിലെ എണ്ണ കുറഞ്ഞു പോകരുത് പ്രിയപ്പെട്ടവരെ. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ വിളക്കിൽ എണ്ണ നിറഞ്ഞുകൊണ്ടേയിരിക്കണം. ഏത് സമയം മണവാളൻ വന്നാലും നാം ഇവിടുന്ന് പുറപ്പെടേണ്ടതിന് നമ്മുടെ വിളക്കിൽ എണ്ണ ഉണ്ടാകുവാനിടയായിത്തീരണം. ആ 5 കന്യകമാരെ പോലെ അന്ന് വാങ്ങുവാൻ ഓടരുതെങ്കും. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടായ്മയിലൊക്കെയും ശോഭിക്കുന്ന വിളക്കുകളായി എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ വിലയാണ് ഞാൻ ഇന്ന് ഈ ആലയത്തിൽ നിന്ന് സ്തുതിക്കുവാൻ ഇടയായിത്തീർന്നതെന്നുള്ള ബോധ്യത്തോടെ നമ്മുടെ സർവശക്തനെയും ആരാധിപ്പാൻ നാം ഓരോരുത്തരും ഇടയായിത്തീരണം. ഹല്ലേലൂയ. എത്ര പേർക്ക് സാധിക്കും? എത്ര പേർക്ക് അതിന് കഴിയും? അതാണ്. അപ്പോൾ പലപ്പോഴും നമ്മളുടെ ചിന്തകൾ, അവൻ ഞാൻ ദൈവത്തെ ആരാധിക്കുവാൻ പോകുന്നുണ്ട്, എല്ലാ കൂട്ടായ്മയ്ക്കും പോകുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട്, അവൻ ആവശ്യമുള്ളവർക്കൊക്കെ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ അത് പുറമേ ഉള്ളതായിത്തീരരുതേ പ്രിയപ്പെട്ടവരെ. മറ്റുള്ളവരെ കാണിക്കുവാനും മറ്റുള്ളവരെ അവൻ ലൈക്കുകൾ മേടിക്കുവാനും വേണ്ടി ആയിത്തീരരുതേ പ്രിയപ്പെട്ടവരെ. അത് ക്രിസ്തുവിന് മുമ്പിൽ ശോഭയുള്ളതായി തീരുവാൻ നാം ശ്രമിക്കണം. ക്രിസ്തുവിന് വേണ്ടി അത് വിലയേറിയതായി തീരുവാൻ നാം ശ്രമിക്കണം. അകം കൊണ്ട് ആ ക്രിസ്തുവിന്റെ വില മനസ്സിലാക്കി, നമ്മുടെ കുടുംബത്തിന് അത് മനസ്സിലാക്കി കൊടുത്ത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാക്കി കൊടുത്ത് നാം മുമ്പോട്ട് പോകുവാൻ ഇടയായിത്തീരും. അപ്പോൾ നമ്മുടെ സഭകൾ ഉണരുവാനിടയായിത്തീരും. ഉറങ്ങിക്കിടക്കുന്നവരെ നാം ഉണർത്തുവാനിടയായിത്തീരും. എന്നിലൊരു വ്യത്യാസം വന്നാൽ അത് സഭയ്ക്കകത്ത് പ്രകടമാകണം. അപ്പോൾ അവർ ചോദിക്കും, എന്താണ്? നാം പറയണം, എനിക്ക് ബോധ്യമായി എൻ്റെ യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്, ആ മറുവിലയാണ് എന്നെ വീണ്ടെടുത്തിരിക്കുന്നത് എന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, വന്നു കാണും നിങ്ങൾ. ആമേൻ. ദൈവം, പിതാവായ ദൈവം എത്ര വലിയ സ്നേഹമാണ് നമുക്ക് തന്നിരിക്കുന്നതെന്നൊന്ന് വന്ന് കാണും. ഹല്ലേലൂയ. അത് കണ്ടില്ല എങ്കിൽ നമുക്ക് അയ്യോ കഷ്ടം. അത് മനസ്സിലാക്കിയില്ല എങ്കിൽ അയ്യോ കഷ്ടം. നമ്മുടെ പുറമേയുള്ള എല്ലാം വെറുതെ എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ എവിടെ നിന്നാണ് കർത്താവ് പുറത്തു കൊണ്ടു? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചു. എങ്ങനെയാണ്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. അത് പൊന്നോ വെള്ളിയോ നമ്മുടെ പാരമ്പര്യങ്ങളോ ഒന്നും തന്നെയല്ല, നമ്മുടെ യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം മാത്രമാണ്. ആ വിലയേറിയ ജീവൻ നമുക്ക് വേണ്ടി തന്നതുകൊണ്ടാണ് അന്ധകാരത്തിലിരുന്ന, മരണഭീതിയിലായിരുന്ന ആമേൻ നമ്മളെ കർത്താവ് അത്ഭുത പ്രകാശമാരാ നമ്മുടെ ക്രിസ്തുവാകുന്ന യേശു ക്രിസ്തു. ആ ക്രിസ്തു അകത്ത് വന്നപ്പോൾ അകത്തുള്ള ഇരുട്ട് മാറി, മരണഭയം മാറി, നിത്യരക്ഷ നാം കാണുവാനിടയായിത്തീർന്നു.
ദൈവമക്കൾ എന്ന പദവിയിലേക്ക് വന്നു. യേശു ക്രിസ്തുവിനെ അകമേ സ്വീകരിച്ചു. നാം വിശ്വസിച്ചു യേശു ക്രിസ്തുവിനെ. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചു. എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിന്റെ കൽപ്പനകളെ സൂക്ഷിക്കുവാൻ വേണ്ടി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പനകളെ സൂക്ഷിക്കുവാൻ വേണ്ടിയാണ് അന്ധകാരത്തിൽ നിന്ന് നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് കർത്താവ് വിളിച്ചു. ഹല്ലേലൂയ. ആ രക്തം മുഖാന്തരമല്ലാതെ, ആ ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് മുഖാന്തരമല്ലാതെ ഈ അത്ഭുത പ്രകാശത്തിലേക്ക് ആർക്കും വരുവാൻ കഴിയത്തില്ല. ഈ അന്ധകാരം മാറ്റുവാൻ ആർക്കും കഴിയത്തില്ല. പലരും ക്രിസ്തുവിനെ അറിഞ്ഞു വരുന്നു. പക്ഷേ ഇപ്പോഴും ഇരുട്ടിലിരിക്കുന്ന എത്രയോ പേർ വിശ്വാസഗണങ്ങൾക്ക് അകത്തുണ്ട്. വിശ്വാസഗണങ്ങളിൽ തന്നെ എത്രയോ പേർ ഇരുട്ടിലിരിക്കുന്നവരുണ്ട്. പക്ഷെ അവർ പറയുന്നു, ഞങ്ങളിൽ ക്രിസ്തുവുണ്ട്. ഹല്ലേലൂയ. പക്ഷെ യഥാർത്ഥമായ യാഗം കൊണ്ടൊന്ന് സ്വീകരിച്ചു നോക്ക്, ആ ക്രിസ്തു വെളിപ്പെട്ടു വരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അപ്പോൾ എന്തിനു വേണ്ടിയാണ്? കൽപ്പനകളെ സൂക്ഷിപ്പാൻ, നമ്മളെ തക്ക സമയത്ത് നമ്മൾ ഉയർത്തുവാൻ. ഹല്ലേലൂയ, ആമേൻ. അന്ധകാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടെന്ന് പറയാൻ നമ്മളെ തക്ക സമയത്ത് കർത്താവ് ഉയർത്തും. എന്തിനു വേണ്ടിയാണ്? കൽപ്പനകളെ സൂക്ഷിക്കുന്നവരെ കർത്താവ് ഉയർത്തും. ഞാനേ ഉയർത്തും എന്ന് പറയുന്നത് ഇവിടെ ഭൗതിക സമ്പത്തോ ഒന്നുമല്ല. അല്ല, അത് നമ്മുടെ പിന്നിൽ വരേണ്ടതാ, മുമ്പിൽ കയറി ഓടേണ്ട കാര്യമല്ല. ഉയർത്തുമെന്ന് പറയുന്നത് ഹല്ലേലൂയ, ആത്മീക സമൃദ്ധി, ആത്മീക വിഭവങ്ങളാൽ നമ്മളെ കർത്താവ് ഉയർത്തും. ഹല്ലേലൂയ, ആമേൻ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന് എന്തിനു വേണ്ടി? കർത്താവിന്റെ കൽപ്പനകളെ സൂക്ഷിക്കുവാൻ വേണ്ടി. അതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ്. ഇല്ലേ, നമ്മുടെ കണക്ക് ചോദിക്കുന്നല്ല. സൂക്ഷിച്ചില്ല, തീർച്ചയായിട്ടും നമ്മോട് തന്നെയാണ് ചോദിക്കുന്നത്, അല്ല വേറെ ആരുടെ അടുത്തും കർത്താവ് ചോദിക്കത്തില്ല. അങ്ങനെ കൽപ്പനകളെ സൂക്ഷിക്കുന്നവനെ കർത്താവ് ഉയർത്തും. ഹല്ലേലൂയ, ആത്മീക നന്മകളെ ഉയർത്തും. ആമേൻ. ചിലർക്ക് എപ്പോഴും പ്രസംഗിക്കാൻ ഒരു കാര്യമുള്ള, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ദാവീദ്, ഇവരെല്ലാം കർത്താവ് ഉയർത്തി. എങ്ങനെ ഉയർത്തി? സമ്പത്തിൽ. ആ ചില പ്രത്യേക ഗണത്തിൽ നിന്ന് വന്നവർക്കുള്ള പ്രസംഗങ്ങളാണ്. അവരെപ്പോൾ പോയാലും ആ സഭകളിൽ പോയാൽ കേൾക്കുന്നത് ഈ പ്രസംഗം മാത്രമേ കാണത്തുള്ളൂ. അത് പ്രസംഗിക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. അബ്രഹാമിനെ ഉയർത്തിയത്, ധനസമ്പത്തിൽ ഉയർത്തിയത്, യാക്കോബിനെ, ഇസ്ഹാക്കിനെ ഒക്കെ ഉയർത്തിയത്, ദാവീദിനെ ഉയർത്തിയത്. അപ്പോൾ ക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ച് ആരാ പിന്നെ പ്രസംഗിക്കുന്നത് സഭയിൽ? ചിലവർക്ക് ഇത് മാത്രമേ പ്രസംഗമുള്ളൂ. എപ്പോഴും അതേ ഉള്ളു. ഞാൻ പോയ ചില സഭകളിൽ മിക്കവാറും ആ പാസ്റ്റർമാരിങ്ങനെ സംസാരിക്കാൻ കേട്ടുള്ളൂ. നമ്മളെ സംസാരിക്കാനല്ല വിളിച്ചത്. നമുക്ക് കുറെ കർത്താവിനെ അറിഞ്ഞത് കൊണ്ട് കുറെ സമ്പത്ത് തരുമെന്നോ നിന്റെ രോഗത്തെ മാറ്റിത്തരുമെന്നോ കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ, ബൈബിളിൽ എവിടെയും പറഞ്ഞിട്ടില്ല കർത്താവിനെ അറിഞ്ഞുകൊണ്ട് രോഗം മാറ്റിത്തരുമോ. നമ്മൾ തെറ്റിദ്ധാരണ ആരെയും പഠിപ്പിക്കുവാൻ പാടില്ല. നമ്മളെ വിളിച്ചത് കർത്താവ് പറഞ്ഞത് നിനക്ക് നിത്യരക്ഷ തരും, അനന്ത ജീവനത്ത്, മരണമില്ലാത്തൊരു ജീവനത്ത്, ആത്മാവിന്റെ നിത്യരക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. അല്ല ഇതിൽ വന്നാൽ രോഗം മാറുമെന്നും ഇതിൽ വന്നാൽ കടഭാരം മാറുമെന്നും ഈ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ ആ കുറെ സമ്പത്തുണ്ടാകുമെന്നും എനിക്കങ്ങനെ അറിയത്തില്ല. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് യേശുവിനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ കർത്താവ് അധികാരം കൊടുത്തു. ആ അധികാരത്തിലൊന്നുമില്ല. പാപത്തിൽ നിന്നുള്ള മോചനമുണ്ട് നമുക്ക്. അതിനാ കർത്താവ് നമ്മളെ വിളിച്ചത്. പാപത്തിൽ നിന്ന് നമ്മളെ മോചിക്കുവാനാണ് കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ആമേൻ മരണം ഏറ്റുവാങ്ങിയത്, അവസാനത്തുള്ള രക്തവും ചിന്തിയത്. അല്ലാതെ നമ്മളെ ആമേൻ രോഗത്തിൽ നിന്ന് രക്ഷിക്കുവാനോ കുറെ സമ്പത്ത് തരുവാനോ അല്ല. കർത്താവിന്റെ കൽപ്പനകളെ സൂക്ഷിച്ച് കർത്താവിന്റെ വഴിയിൽ തന്നെ നടക്കുവാൻ. ഹല്ലേലൂയ,
അവൻ പ്രൈസ്ലം യോശുവെടുത്ത് പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ പല പ്രതികൂലങ്ങളും ഒക്കെ വരും, പക്ഷേ നീ എൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നീ പോകുന്നിടത്ത് പ്രതിസന്ധിയൊക്കെ ഉണ്ട്, നാം പോകുന്ന എല്ലാ വഴികളും പ്രതിസന്ധികളുണ്ട്. പക്ഷേ കർത്താവിൻ്റെ കൽപ്പനകളെ സൂക്ഷിച്ച് വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. അത് ആ കൽപ്പനകളെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്ന് തിരിയരുത്. കാരണം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കാണ് വന്നത്. ഓ ഹല്ലേലൂയ. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, യോശുവ പറഞ്ഞൊരു കാര്യം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനെ സേവിക്കും. ഈ കടന്നു വന്ന കൂട്ടത്തിൽ, ഈ വരുന്ന കൂട്ടത്തിൽ ആര് സേവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ സേവിക്കും. കാരണം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ തുടക്കം മുതൽ ഇതുവരേക്കും ഞാൻ കണ്ടതാണ്. യേശു വൃദ്ധനായി, എനിക്ക് സേവിക്കാതിരിക്കാൻ കഴിയത്തില്ല. ആര് സേവിക്കുന്നോ ഇല്ലയോ അതെൻ്റെ പ്രശ്നമല്ല, പക്ഷെ ഞാൻ സേവിക്കും എൻ്റെ ദൈവത്തെ, ഞാനും എൻ്റെ കുടുംബം. ആ ഒരു തീരുമാനം നമ്മൾ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടെടുപ്പ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ തിരിച്ചു വാങ്ങൽ, അല്ലെങ്കിൽ പാപത്തിൽ നിന്നുള്ള മോചനം എന്നൊക്കെയാണ്. ബൈബിളിക്കലായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. ഹല്ലേലൂയ. ബൈബിളിനെ ആസ്പദമാക്കി ഞാൻ പറഞ്ഞതാണ്. ആമേൻ. വാക്കിന്റെ അർത്ഥം പാപത്തിൽ നിന്നുള്ള മോചനം അല്ലെങ്കിൽ തിരിച്ചു വാങ്ങൽ. അപ്പോൾ എവിടെയോ കിടന്ന് നമ്മളെ തിരിച്ചു വാങ്ങിയെടുത്തു. ഒരുവനാൽ പാപം ഈ ഭൂമിയിൽ നിറഞ്ഞു. ആ പാപത്തിന്റെ കരങ്ങളിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തു. മറുവിലയായി തന്റെ രക്തത്തെ ചിന്തുവാനിടയായി തീർന്നു. ജീവനെ കൊടുത്ത് ആ രക്തം ചിന്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? തിരിച്ചു വാങ്ങും. എവിടെ നിന്ന്? പാപത്തിന്റെ കയ്യിൽ നിന്നും നമ്മളെ തിരിച്ചു വാങ്ങി കർത്താവ്. ആരാലും സാധിക്കാത്ത ഒരു വിഷയം. യേശു ക്രിസ്തു നമ്മളെ തിരിച്ചു വാങ്ങി. പാപത്തിന്റെ ഘോര മൃത്യുവിൽ നിന്ന് നമ്മളെ കർത്താവ് തിരിച്ചു വാങ്ങി. ആമേൻ. ആമേൻ. ആ വീണ്ടെടുപ്പ് നമ്മളിൽ കർത്താവ് നിവർത്തിപ്പാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ആ ലാറ്റിൻ ഭാഷയിൽ തിരിച്ചു വാങ്ങാൻ എന്നാണ്. ലാറ്റിൻ ഭാഷയിൽ പറഞ്ഞ് തിരിച്ചു വാങ്ങാൻ. തിരിച്ചു വാങ്ങാൻ എന്ത് ചെയ്തു? ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു തിരിച്ചെടുക്കേണ്ടത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഭവനം, നമുക്കൊരു ഭവനം പണിയണം. നമ്മൾ സ്വർണ്ണമോ വെള്ളിയോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ സ്വർണ്ണം കൊണ്ട് പണയം വെച്ചെന്നൊക്കെ അതൊക്കെ ഉപയോഗിക്കുന്നവർ കാണും, ഉപയോഗിക്കാത്തവർ കാണും. ഞാൻ അതിനെ പറ്റിയില്ല പറയുന്നത്. നമ്മുടെ ഭവനം, നമുക്ക് വസ്തു കൊണ്ട് ഒരു ഭവനം പണിയണം. അപ്പോൾ നമ്മളൊരു ഹൗസിംഗ് ലോൺ എടുക്കുകയാണ്. നമ്മുടെ പ്രമാണമെല്ലാം കൊണ്ട് വെച്ചു, നമ്മൾ പണമെടുത്തു, അല്ലേ? നമ്മൾ എന്തൊക്കെ അടച്ചു? ആ പണം മുഴുവനായി അടച്ചു തീർത്തു. അതിൻ്റെ പലിശ സഹിതം അടച്ചു തീർത്തു, ഇല്ലേ? എത്ര അടച്ചു പലിശ? നമ്മൾ ഒരു ആയുസ് മുഴുവൻ സമ്പാദിച്ചതിൻ്റെ നല്ലൊരു അംശം അവിടെ തീർത്തു, ബാങ്കിൽ കൊടുത്തു. അതിനുശേഷവും തീരുമോ കാര്യം? ഇല്ല. പിന്നെ ആ പ്രമാണം ബാങ്കിൽ നിന്ന് നമ്മുടെ പേരിലേക്ക് തിരിച്ചെഴുതി മേടിക്കണം. തിരിച്ചെഴുതി മേടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തത്തുല്യമായ തുക അപ്പോഴത്തെ ആമേൻ എന്ത് വിലയാണോ അതിനനുസരിച്ച് അവിടെ അടച്ച് ആ ബാങ്കിൽ നിന്നും രജിസ്റ്റേർഡ് ഓഫീസിൽ പോയി നമ്മുടെ പേരിലേക്ക് പിന്നെയും ആ പ്രമാണം എഴുതി മേടിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പേരിലാകൂ. ഹല്ലേലൂയ. നോക്കേ, കർത്താവായ യേശു ഇതാ ചെയ്തത്. പാപത്തിന്റെ കരങ്ങളിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ ആ വിലയേറിയ ജീവന് നൽകി കർത്താവ്. അത് മാത്രമോ, അവസാനത്തുള്ള രക്തവും ചിന്തി. ഹല്ലേലൂയ. ആരെങ്കിലും ചെയ്യുമോ? നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പറയും, ഞാനുണ്ട് കൂടെ, അവസാന നിമിഷം വരേക്കും ഞാനുണ്ട്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറയും. ഒരാരും അവസാന നിമിഷം വരേക്കും കാണത്തില്ല. നമ്മുടെ കൂടെ അവസാന നിമിഷം വരേക്കും ഇരിക്കുന്ന നമ്മുടെ പ്രിയ കർത്താവ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ മക്കൾ നമ്മളെ ഉപേക്ഷിച്ച് പോകാം, നമ്മുടെ പ്രിയപ്പെട്ടവൾ നമ്മളെ ഉപേക്ഷിച്ച് പോകാം, നമ്മുടെ പ്രിയപ്പെട്ടവൻ നമ്മളെ ഉപേക്ഷിച്ച് പോകാം, നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന പലരും നമ്മളെ ഉപേക്ഷിച്ച് പോകാം. എന്നാൽ ഉപേക്ഷിക്കാതെ അവസാന നിമിഷം വരേക്കും നമ്മളെ നടത്തുന്ന യേശു ക്രിസ്തു മാത്രമേ നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ടവരെ. ഞാനിവിടെ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനാണ് ദൈവം ആമേൻ മറുവിലയായ ദൈവത്തിന്റെ നിയമം ലംഘിച്ച് പാപം ചെയ്ത് നമ്മളെ വീണ്ടെടുക്കുവാൻ? എന്തിനാണ് ദൈവം മറുവിലയായത്? ദൈവത്തിന്റെ നിയമം ലംഘിച്ച്
പാപം ചെയ്ത നമ്മളെ വീണ്ടെടുക്കുവാൻ മറുവിലയായി തീർന്നു കർത്താവ്. ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ 1 അധ്യായം 1 പത്രോസ് 1 അധ്യായം അതിന്റെ 18-19 വാക്യത്തിൽ പറയും, ഹല്ലേലൂയ, വ്യർത്ഥവും പ്രതിപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ക്രിസ്തുവിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നതെന്ന് നാം ഒരിക്കലും പ്രിയപ്പെട്ടവരെ മറന്നു പോകരുത്. ഹല്ലേലൂയ. ആ വിലയേറിയ രക്തം, അവസാനത്തുള്ള രക്തം വരേക്കും നമുക്ക് വേണ്ടി ചിന്തി കർത്താവ് ആ കാൽവരി ക്രൂസിൽ പിടഞ്ഞ ആ വേദനകളുണ്ടല്ലോ, നാം മറന്നു പോകരുത്. കാണണമെന്ന് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ അനുഭവിക്കണം ആ കർത്താവിന്റെ സ്നേഹവും വീണ്ടെടുപ്പും ഒക്കെ. ആമേൻ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, ബലപ്പെടുത്തുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം ഈ പ്രാർത്ഥനാത്വനി ഫേസ്ബുക്കിലൂടെ എനിക്ക് ഒരുക്കിത്തന്ന സർവശക്തനായ ദൈവത്തിന് സകല മാനവും മഹത്വം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ ഞാൻ വിരമിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ നല്ല രാത്രിയുടെ സമയം ദാവേ, അങ്ങയുടെ പാദപീഠത്തോടടുത്ത് വന്ന് അങ്ങയുടെ വീണ്ടെടുപ്പിൻ്റെ വിലയായ ആ വിലയേറിയ യാഗത്തെക്കുറിച്ച് അല്പനേരം ചിന്തിക്കുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രഭാഷണം ശ്രവിക്കുന്ന അങ്ങയുടെ മക്കളെ എല്ലാവരെയും ബലപ്പെടുത്തണമേ. അവർ ആരാധിക്കുന്നിടത്ത് ആ ക്രിസ്തുവിൻ്റെ സ്നേഹം കണ്ട് അതിൻ്റെ വില മനസ്സിലാക്കി ആരാധിപ്പാൻ കർത്താവ് കൃപ നൽകണം. ഹല്ലേലൂയ. ആ വീണ്ടെടുപ്പിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കി ഞങ്ങൾക്ക് മുമ്പോട്ടുള്ള ജീവിതം കഴിപ്പാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനാ ധ്വനി ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ്, ഡയറക്റ്റായിരിക്കുന്ന ദൈവഭക്തനെ കർത്താവ് അനുഗ്രഹിക്കണം. അതിൻ്റെ ആമേൻ മറ്റു കാര്യങ്ങളായിരിക്കുന്ന എല്ലാ ദൈവഭക്തന്മാരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ സ്വർഗീയ പിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവൽ നമ്മളുടെ ഓരോരുത്തരുടെ ഇന്നും എപ്പോഴും കർത്താവിന്റെ 2ാം വരവിലേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.